നമ്മൾ ഷിൻജാൻ നേരത്തെ വിളിച്ചിട്ട് ജാക്കണ്ണനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മ പേടിച്ചു. എല്ലാവരും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ചാൽ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, അവനങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പേടിച്ച് ജാക്കണ്ണനെ കാണാനില്ല. എന്നിട്ട് ഞാൻ അവനെത്തിയില്ല, അവൻ കുറേ ദൂരമുണ്ട് അവിടെ. അവൻ ഇന്നലെ വന്ന പോലെ ഒരു നിഞ്ച എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനില്ല. അപ്പം ഞാനൊരു എൻ്റെ ഡിഫൻഡർ എടുത്തിട്ട് പോവാൻ. ഡിഫൻഡർ വന്നിട്ട് നമുക്ക് അവൻ്റെ നിഞ്ചെടുത്തിട്ട് ഇങ്ങനെ വീട്ടിൽ കയറാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഡിഫൻഡറിൽ കയറാം. കയറി പോവാം. ഡിഫൻഡർ ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. എൻ്റെ പൊന്നോ, കണ്ണാണല്ലേ ഗൈസ്, ഒന്ന് ക്ഷമിക്കുക, അറിയാതെ ഇതായിപ്പോയി, തട്ടിപ്പോയി. അപ്പം ജസ്റ്റ് ഇതായതാ. എൻ്റെ പൊന്നു, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ബൈ അല്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഷിൻജാനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മ അറ്റത്ത് സോറി ഓക്കെ, ട്രെയിൻ വരണ്ടിട്ട് അടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഗൈസ്. എന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇൻ്റർവെല്ലിൽ നിർത്തിയിട്ട് നമ്മൾ ഓക്കെ, അവൻ വന്ന ബൈക്കിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഷിൻജാന എന്തൊക്കെ ഉണ്ടോ എടാ, നിൻ്റെ ജാക്കണ്ണനെ കാണാണ്ടായ? അതല്ലല്ലോ പൊട്ട, ഞാനിപ്പോൾ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേ. സോറി. ഓക്കെ, നീ എന്തിനാടാ എവിടേക്കൊക്കെയാണ് നീ പോയി കളിക്കണേ അങ്ങോട്ടൊക്കെ? ഞാൻ പറയാനതിന് മുമ്പ് ട്രെയിനിൽ ചാടിക്കയറി, പിന്നെ ഞാൻ ട്രെയിനിൻ്റെ പിന്നാലെ പോയി. അപ്പം ചേക്കണ്ണനെ പിന്നെ കാണാനില്ല. അതാ സംഭവിച്ചേ. ഫാമിലിയാവുന്നിട്ട് കാട്ടുന്ന അവിടെ അതൊക്കെ ഒരു സ്കില്ല്. പക്ഷെ എൻ്റെ പൊന്ന ഫാമിലിനാണ്. ഇപ്പം എങ്ങനെയുണ്ട് ഫാമിലിയാ? നമ്മുടെ ഷിൻജാൻ എന്തെങ്കിലും പറ്റിയോ? അവനെ ഒന്നും പൊക്കേണ്ടി വരും. എൻ്റെ പൊന്നോ, അവനൊന്ന് പൊക്ക നമുക്ക് ഇയാൾക്കൊരു റിവഞ്ച് എടുത്തിട്ട് പോവാം. ഒക്കെ ഇവനെ പൊക്കിയിട്ട് കാണും. പൈസ നമ്മുടെ ഷിൻജാനും കാര്യങ്ങളും പൊക്കിയിട്ടുണ്ട്. ഈ ആൾക്ക് ഉള്ളത് കൊടുക്കണം. ഷിൻജാൻ്റെ ബൈക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവിച്ചേ? വണ്ടി അങ്ങോട്ടൊക്കെ കൺട്രോൾ ഇല്ലാണ്ട് പോകണേ. ഓക്കെ, പെട്ടെന്ന് ഷിൻജാനെ ആശുപത്രിയിലാക്കാം. ഇത് പിന്നെ ഒരു കുഞ്ഞ് ആശുപത്രിയാണ്. ഇവിടെ ഷിൻജാനെ ട്രീറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, ഇത് അടച്ചിട്ടൊക്കെയാണുള്ള തുറക്കാൻ പറ്റുന്ന കേസ്. നമുക്ക് ആ കണ്ണാശുപത്രി പോവാം. അടുത്തുള്ള ആശുപത്രിയാണ്. നമുക്കിപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. അവിടെ തന്നെ കൊണ്ട് കയറ്റുക. എൻ്റെ പോന്നു. ഓക്കെ, നമുക്ക് ഷിൻജാനോട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിൻജാന് കുറച്ച് നാൾ റെസ്റ്റ് വേണം. അവനക്ക് നല്ല രീതിയിൽ പരിക്കും കാര്യങ്ങളും പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തിട്ട് പോവാം. സമയം 12 മണി. നമുക്ക് നേരെ പോവാം.
അപ്പോൾ നമ്മൾ ജാക്കണ്ണനെ കണ്ടുപിടിക്കണ പാർട്ട് ഞാൻ 3ാമത്തെ പാർട്ടായിട്ട് ഇടുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് 3ാമത്തെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി അടിച്ചാൽ അതിൻ്റെ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, ബൈ ബൈ.